ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹനാഥ. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാക്കും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരും നിന്ന. ആമേൻ. അങ്ങേ ആത്മാവോടും കൂടെ. ദൈവം നമ്മുടെ മേൽ ചെറിയ നിരവധിയായ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നാം ഓരോ ധ്യാനവും കൂടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരത്തിന് കീഴിൽ ശിരസ് നമിച്ച് വിധേയത്വത്തോടു കൂടി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ഓരോരുത്തരും അനുഗ്രഹമായി മാറുവാൻ വേണ്ടിയിട്ടാണ്. പാപരഹിതരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മോചിതരായി ഈശോയുടെ നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനെക്കുറിച്ച് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്ക് അർപ്പിക്കാം. ഹവ്യർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കൊച്ചു പാപങ്ങളും ബലഹീനതകളും നമുക്ക് ഓർക്കാം. കർത്താവ്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ കുറവുകളും ബലഹീനതകളും അങ്ങ് മനസ്സിലാക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈതന്യവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ അങ്ങ് വിശ്വാസ ഹൃദയങ്ങളെ ഉദ്ബോധിപ്പിച്ചുവല്ലോ. അതേ ആത്മാവാൽ നേരായവ ഗ്രഹിക്കാനും അവിടുത്തെ സാന്ത്വനത്താൽ നിരന്തരം ആനന്ദിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.